എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ തവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 2:30 കൂടിയിട്ട് ഗിനീഷ് എടത്തലപ്പറമ്പൻ എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഈ മണ്ഡപത്തിൻ്റെയും ഡെക്കറേഷൻ്റെ ഒക്കെ വർക്കുകൾ ഉപജീവനമായിട്ട് നടത്തുന്ന വ്യക്തിയാണ്. ഡെക്കറേഷൻ വർക്കുകൾ പ്രധാനമായിട്ട് ഈ മണ്ഡപത്തിൻ്റെ വർക്കുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. അപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് സൂക്ഷിച്ചിരുന്നത്. ധാരാളം വിലപിടിപ്പുള്ള സംഗതികളാണ്. ഏകദേശം 2:30 കൂടിയിട്ട് ഈ ഷെഡിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. തീനാളങ്ങൾ ഉയർന്നു. ഈ തീ ആദ്യം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഭാര്യ ഈ തീ കണ്ടതിന് ശേഷം ബോധക്ഷയം വന്നു. ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരൊക്കെ ചേർന്ന് തീ കടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഫയർഫോഴ്സിനെ ഉള്ളിൽ തന്നെ അറിയിച്ചു. ഈ തീ കടത്താനായിട്ടുള്ള ശ്രമത്തിനിടയിൽ മുകളിൽ നിന്ന് വെള്ളം പാറ്റി ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യൻ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ഈ പറയുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ മുഴുവനായിട്ട് തന്നെ കത്തി നശിക്കപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം, ഈ അടുത്ത അവസരത്തിൽ 5 ലക്ഷം രൂപയ്ക്കാണ് ഈ ഗിനീഷേട്ടൻ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങൾ പുതിയത് വാങ്ങിച്ചത്. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ ചേട്ടന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉപജീവനം പൂർണ്ണമായിട്ടും നിലച്ചു എന്ന് തന്നെ പറയാം. 2:30 കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം കഴിഞ്ഞ വേനൽക്കാലത്ത് നിരവധി സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ കത്തി നശിക്കപ്പെട്ടത്. പലപ്പോഴും നമ്മൾ ഈ പ്ലഗിലൊക്കെ ഇലക്ട്രിക് വസ്തുക്കളുടെ ഇത് ഓൺ ചെയ്തിട്ട് പോരും, അതല്ലെങ്കിൽ ചിലത് ഫാൻ ഓൺ ആക്കിയിട്ട് വരും. ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് തീർച്ചപ്പെടുത്താനാവില്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാണെന്നുള്ളത് ഇപ്പോഴും അറിവായിട്ടില്ല. പക്ഷേ ഈ പരിയാരം പഞ്ചായത്തിലെ തവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗിനീഷ് എടത്തലപ്പറമ്പൻ എന്ന് പറയുന്ന മണ്ഡപത്തിൻ്റെ വർക്കുകൾ നടത്തി ജീവിക്കുന്ന, മണ്ഡപത്തിൻ്റെ വർക്കുകൾ, മറ്റ് ഡെക്കറേഷൻ ഐറ്റംസ്, ഈവൻറ്റിനുള്ള വസ്തുക്കളെല്ലാം വലിയ രീതിയിൽ സൂക്ഷിക്കുന്ന ഈ ചേട്ടൻ്റെ ഉപജീവനം പൂർണ്ണമായിട്ടും കത്തി നശിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ശ്രദ്ധിക്കുക. സാധനം പുകയുള്ളൂ, ചാക്ക് പോലെ സാധനങ്ങളല്ലേ. ആ അതെ, ഇതൊക്കെ പുകയൊന്നും അതിനുള്ളിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞോണ്ടിരിക്കും. ശ്വാസം മുട്ടും, പിന്നെ കയറി എടുക്കാനും പറ്റില്ല. അതിനിടയ്ക്ക് അവൻ വീണു മുകളിൽ നിന്ന്.